സ്വകാര്യമായ നിമിഷങ്ങളിൽ തിന്മകൾ ചെയ്യാൻ മടിക്കുന്ന ആളുകളുടെ എണ്ണം വളരെ കുറവാണ്. അതേസമയം പൊതുജീവിതത്തിൽ, പബ്ലിക് ലൈഫിൽ, പരസ്യമായ നമ്മുടെ ഇടപാടുകളിൽ തിന്മകൾ ചെയ്യാൻ ആളുകൾ മടി കാണിക്കും. ജനങ്ങൾ കാണുകയല്ലേ, ആളുകൾ വിലയിരുത്തുകയല്ലേ, മനുഷ്യന്മാർ എന്നെക്കുറിച്ച് എന്താണ് പറയുക, അവരെങ്ങനെയാണ് വിലയിരുത്തുക, നാളെ എൻ്റെ മാനം നഷ്ടപ്പെട്ടു പോയാൽ എനിക്കെങ്ങനെ ജീവിക്കാൻ പറ്റും, എനിക്കെങ്ങനെ തല ഉയർത്തി നടക്കാൻ പറ്റും, എനിക്കെങ്ങനെ നെഞ്ചു വിരിച്ച് ഈ ഭൂമിയിലൂടെ ചലിക്കാൻ സാധിക്കും. ഇതൊക്കെയാണ് മനുഷ്യനെ തിന്മകളിൽ നിന്ന് വലിച്ചു പിന്നോട്ടാക്കുന്ന ഘടകങ്ങൾ. ലജ്ജയാണ് മനുഷ്യനെ തെറ്റിൽ നിന്ന് പിൻവലിക്കുന്നത്, അല്ലേ? ജാഹിലിയ കാലത്ത് പോലും വിശുദ്ധമായ ജീവിതം നയിച്ച മനുഷ്യന്മാർ ഈ ലോകത്തുണ്ട് എന്ന് ചരിത്രത്തിൽ നമുക്ക് കാണാം. ജാഹിലിയ കാലം എന്ന് പറഞ്ഞാൽ എന്താ? വേദഗ്രന്ഥങ്ങളുടെ വെളിച്ചമെത്താത്ത കാലമാണ്. പ്രവാചകന്മാരുടെ പ്രബോധനത്തിന്റെ പ്രകാശം കൊണ്ട് പ്രപഞ്ചം സുഹൃതമണിയാത്ത കാലമാണ്. ആ കാലത്ത് പോലും എൻ്റെ പ്രിയപ്പെട്ടവരെ ഒരു തെറ്റുപോലും ചെയ്യാതെ, ഒരു അപരാധത്തിലേക്കും നീങ്ങാതെ, ഒരു പാപത്തിലും ചെന്നു വീഴാതെ സൂക്ഷ്മതയോടുകൂടെ ജീവിച്ച മനുഷ്യരുണ്ട്. ജാഹിലിയ കാലത്ത് പോലും ശുദ്ധമായ ജീവിതം നയിച്ച മഹാന്മാർ. അതിന്റെ ഉദാഹരണമാണ് സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു. ജാഹിലിയ കാലത്ത് പോലും ഒരു തുള്ളി കള്ളുപോലും അവിടുന്ന് കുടിച്ചില്ല. ഒരു പെണ്ണിനോട് പോലും അപമര്യാദയുള്ള ഒരു വാക്ക് പോലും പറഞ്ഞില്ല. സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ഇസ്ലാമിലേക്ക് വന്നതിന്റെ ശേഷം മാത്രമല്ല, ജാഹിലിയ കാലത്തും അങ്ങനെ തന്നെയാണ്. എന്തേ കാരണം? ലജ്ജ. വേദഗ്രന്ഥം പഠിച്ചിട്ടല്ല, വിശ്വാസത്തെ ഉൾക്കൊണ്ടതല്ല, മതപരമായ സാംസ്കാരികമായ നന്മകളെ ഉൾക്കൊള്ളുന്നതിന്റെ മുമ്പുള്ള കഥയാണിത്. ജാഹിലിയ കാലത്ത് പോലും തിന്മകളിൽ നിന്ന് മാറി നടക്കുവാൻ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് സാധിച്ചത് നൈസർഗികമായ മനുഷ്യന്റെ ഉള്ളിലുള്ള ലജ്ജയാണ്. അതുകൊണ്ടാണ് ഹബീബായ നബിയുനാ റസൂലുള്ളാഹി, എല്ലാവരും ഉറങ്ങണം, ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുക, ഫഇന്നൽ ഹയാ ലാ യഅതി ഇല്ലാ ബിൽ ഖൈർ. മനുഷ്യ, നിന്റെ ഉള്ളിൽ ലജ്ജയുണ്ടോ? അത് നിനക്ക് നന്മ മാത്രമേ കൊണ്ടുവരികയുള്ളൂ. ഏറ്റവും വലിയ ഒരു സത്യമാണത്. ആ ലജ്ജ നമുക്കില്ലാതായി പോയാൽ, മനുഷ്യന്മാര് കാണുമെന്നുള്ള നാണം പോലും നമുക്കില്ലാതായി പോയാൽ, പരസ്യമായി തിന്മ ചെയ്യാനുള്ള ധൈര്യം നമുക്കുണ്ടായാൽ, പുതിയ ലോകത്ത് കുട്ടികൾ പറയുന്ന വാക്കെന്താ? അവള് വലിയ ബോൾഡാണ്, അല്ലേ? ശരീരം മര്യാദക്ക് മറക്കാതെ, ഔറത്ത് മറക്കാതെ, നാണമില്ലാതെ നടക്കുന്ന ആളുകൾക്ക് പുതിയ കാലത്ത് കിട്ടിയ പേരാണ് ധീരൻ, അല്ലെങ്കിൽ ധീര വനിത. അവൾ വലിയ ബോൾഡാണ്, അവൾ എങ്ങനെ നടക്കും? അവൻ വലിയ ബോൾഡാണ്, അവൻ എങ്ങനെ നടക്കും? അതിൻ്റെ പേര് ബോൾഡ്നെസ് എന്നല്ല, അതിൻ്റെ പേര് നാണമില്ലായ്മ എന്നാണ്. പരസ്യമായി തെറ്റുകൾ ചെയ്യാനുള്ള മടി പോലും ഒരാളുടെ ഹൃദയത്തിൽ നിന്ന് ഇല്ലാതായി പോയാൽ, ഇല്ലാതാവുന്നത് മനുഷ്യത്വം തന്നെയാണ്. നാണമില്ലാത്തവൻ മനുഷ്യനേ അല്ല എന്നാണ് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിനൊരു തെളിവ് ഞാൻ പറഞ്ഞുതരാം. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, കുല്ലു ഉമ്മത്തി മുആഫ. എൻ്റെ ഉമ്മത്തിലുള്ള ആളുകൾ എന്ത് തെറ്റ് ചെയ്താലും, ഒരുപാട് പാപങ്ങൾ അല്ലാഹു തആല മാപ്പ് ചെയ്തു കൊടുക്കുന്നതാണ്. മനുഷ്യനല്ലേ, പോട്ടെ, സാരമില്ല എന്ന് അല്ലാഹു തആല മനുഷ്യനെ കുറിച്ച് പറയും. കാരണം എന്താ? മനുഷ്യനെ കുറിച്ച് മനുഷ്യനേക്കാൾ അറിയുന്നവനാണ്
മനുഷ്യനെ പടച്ച അല്ലാഹു തആല. മനുഷ്യന്മാരാകുമ്പോൾ തെറ്റ് ചെയ്യുമെന്ന് അള്ളാഹുവിന് അറിയാലോ. കവി പറഞ്ഞതുപോലെ കുറ്റപ്പെടുത്തുവാനില്ലതിൽ നാമെല്ലാം എത്രയായാലും മനുഷ്യരല്ലേ. മനുഷ്യനെ ഒരു പരിധിക്കപ്പുറം കുറ്റപ്പെടുത്തുന്നതിലും ആക്ഷേപിക്കുന്നതിലും കളിയാക്കുന്നതിലും ആട്ടിയോടിക്കുന്നതിലൊന്നും അർത്ഥമില്ല. മനുഷ്യന്മാരല്ലേ, ചെറിയ ചെറിയ കുറ്റങ്ങളൊക്കെ ഇല്ലാതിരിക്കൂല. ഇത് നമ്മേക്കാൾ കൂടുതൽ അറിയുന്നവനാണ് അല്ലാഹു തആല. അതുകൊണ്ടാണ് കുല്ലു ഉമ്മത്തി മുആഫ, എൻ്റെ ഉമ്മത്ത് ചെയ്യുന്ന എത്രയോ പാപങ്ങൾ നാം അറിയാതെ, നാം ഒന്നും ചെയ്യാതെ, നാം ഒന്നും പറയാതെ, ഒരു പ്രായശ്ചിത്തമോ ഒരു പശ്ചാത്താപമോ വേണ്ടാതെ അല്ലാഹു തആല വെറുതെ മാപ്പ് ചെയ്തു തരുന്നുണ്ട്. നമ്മൾ പോലും അറിയാതെ നമ്മുടെ ഒരുപാട് ദോഷങ്ങൾ അല്ലാഹു തആല പുറത്തു തരുന്നുണ്ട്. അത് അല്ലാഹുവിൻ്റെ അഫ്വാണ്, പടച്ച റബ്ബിൻ്റെ സ്നേഹമാണ്. എന്നാൽ അല്ലാഹു തആല അഫ്വ് നൽകാത്ത ഒരു വിഭാഗമുണ്ട്. അവർ തെറ്റു തിരുത്തിയേ മതിയാവൂ, തൗബ ചെയ്ത് മടങ്ങിയേ മതിയാവൂ. ആരാണ് ആ വിഭാഗം ആളുകൾ? ഇല്ലൽ മുജാഹിരീൻ, പരസ്യമായി തെറ്റു ചെയ്യുന്ന ആളുകളാണ്. ജനങ്ങൾ കണ്ടാലും കുഴപ്പമില്ല, ആളുകൾ എന്തു പറഞ്ഞാലും സാരമില്ല. പരസ്യമായി തെറ്റു ചെയ്യുന്ന ആളുകൾ, പരസ്യമായി തെറ്റു ചെയ്യുന്നവർക്ക് മാപ്പില്ല. എല്ലാ മനുഷ്യർക്കും മാപ്പുണ്ട് എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? പരസ്യമായി തെറ്റ് ചെയ്യുന്നവർ മനുഷ്യരെ അല്ല അള്ളാഹുവിൻ്റെ ഗണത്തിൽ. അവർ മനുഷ്യരെ പോലെ ഈ ഭൂമിയിൽ രണ്ട് കാലിൽ നടക്കുന്ന കേവലമായ ജന്തുക്കൾ മാത്രമാണ് എന്നല്ലേ ഈ പറയാതെ പറയുന്നത്? അള്ളാഹു നമുക്ക് ലജ്ജ വർദ്ധിപ്പിച്ചു തരട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ അവന് യഥാർത്ഥത്തിൽ ലജ്ജയുള്ളവനാണോ, നാണവും മാനവുമുള്ള മനുഷ്യനാണോ എന്ന് തിരിച്ചറിയാൻ രണ്ടു കാര്യങ്ങൾ പരിശോധിച്ചാൽ മതി എന്നാണ് പറയുക. ഒന്ന്, ആ മനുഷ്യൻ്റെ നാവിൽ നിന്ന് പുറത്തു വരുന്ന വാക്കുകൾ. ഒരാൾ പറയുന്ന വർത്തമാനം കേട്ടാൽ ലജ്ജയുള്ള ആളാണോ അല്ലേ എന്ന് വളരെ വേഗം മനസ്സിലാകും. ഇപ്പം നമ്മുടെ TV ചാനലുകളിലും സോഷ്യൽ മാധ്യമങ്ങളിലുമൊക്കെ ചില രാഷ്ട്രീയ നേതാക്കന്മാരുടെയൊക്കെ പ്രഭാഷണങ്ങൾ വരാറുണ്ട്. അത് 2 മിനിറ്റ് പ്രസംഗമാണെങ്കിൽ അതിൽ 1.5 മിനിറ്റും ബീപ്പ് 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 എന്നായിരിക്കും. പിന്നെ 1/2 മിനിറ്റേ സംസാരം ഉണ്ടാവുള്ളൂ. എന്തിന് ഈ ബീപ്പ് സൗണ്ട് കൊടുക്കുന്നത്? 2 മിനിറ്റ് നേതാവ് പ്രസംഗിച്ചതിൽ 1.5 മിനിറ്റും മനുഷ്യന്മാർ കേൾക്കാൻ പറ്റാത്ത അസഭ്യങ്ങളാണ്, അശ്ലീലങ്ങളാണ്, ആഭാസകരമായ വർത്തമാനങ്ങളാണ്. അതിൻ്റെ അർത്ഥം ആ മനുഷ്യൻ ഒട്ടും ലജ്ജയില്ലാത്തവനാണ് എന്നുള്ളതാണ്. ഒരു മുഅ്മിനായ മനുഷ്യൻ, ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിരി ഫൽയഖുൽ ഖൈറാ. പറയാനുണ്ടെങ്കിൽ നല്ലത് പറയുക. ഏതു മനുഷ്യൻ്റെയും നാവിൻ തുമ്പത്ത് ചിലപ്പോൾ നല്ല വാക്കുകൾ വരും, ചില സമയത്ത് മോശപ്പെട്ട വാക്കുകളാണ് വരിക. ഉദാഹരണം, നമ്മൾ ഈ വാഹനങ്ങൾ ഓടുന്ന നിരത്തിലൂടെ ഒരു വണ്ടിയുമായി ഡ്രൈവിംഗ് സീറ്റിലിരുന്നു, നമ്മൾ ഡ്രൈവറായിട്ട് വണ്ടി ഇങ്ങനെ ഓടിച്ചു പോവുകയാണ്. ഡ്രൈവിംഗ് ചെയ്യുന്ന സമയത്താണ്, പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൻ്റെ നിരത്തുകളിൽ ഡ്രൈവ് ചെയ്യുമ്പോഴാണ് ആളുകളുടെ നാവിൻ തുമ്പത്ത് ഏറ്റവും കൂടുതൽ മോശപ്പെട്ട വാക്കുകൾ വരുന്നത്. നമ്മൾ സുഖമായി കാർ ഓടിച്ചു പോകുമ്പോഴാണ് പെട്ടെന്നൊരു ഓട്ടോറിക്ഷ നമ്മുടെ മുന്നിലേക്ക് വളച്ചു കയറ്റുന്നത്. അല്ലെങ്കിൽ ഒരാവശ്യവുമില്ലാതെ ഒരു ബൈക്കുകാരൻ നമ്മുടെ നേരെ റോങ് സൈഡിൽ കയറി വന്ന് ഇടിക്കാൻ പുറപ്പെടുന്നത്. അല്ലെങ്കിൽ പിറകിൽ വരുന്ന ബസ്സോ ലോറിയോ നിർത്താതെ ഹോണടിച്ചു കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ 100 അവസരങ്ങൾ ഉണ്ടാകും. കേരളത്തിൻ്റെ റോഡുകളിലൂടെ വണ്ടി ഓടിക്കുന്ന ഡ്രൈവർമാർക്ക് വേണ്ടാത്ത വർത്തമാനങ്ങൾ പറയാൻ. ഇതുപോലെയുള്ള സന്ദർഭങ്ങളിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്, മോനെ, നിന്റെ നാവിൽ നിന്ന് പുറത്തു വരാൻ പോകുന്നത്
നല്ല വാക്കാണോ ഫല്യഖുൽ ഖൈറാ, നീ അത് പറഞ്ഞുകൊള്ളുക. അതേ സമയത്ത് നിന്റെ നാവിൻ തുമ്പത്ത് വന്നു നിൽക്കുന്നത് മോശപ്പെട്ട വാക്കുകളാണോ ഔലിയസ്മുത്ത്, ഒരു കാരണവശാലും അത് പറഞ്ഞു പോകരുതേ. അവിടെ നീ പൂട്ടിടണം, നിന്റെ നാവിനെ നീ പൂട്ടിവെക്കണം, മൗനം പാലിക്കണം. സൈലൻസ് ഈസ് ഗോൾഡ് എന്നാണ് പറയാ. നിശബ്ദത എന്ന് പറഞ്ഞാൽ സ്വർണമാണ്. സംസാരം നല്ലതാണ്, പക്ഷെ സംസാരം വെള്ളിയാണെങ്കിൽ മൗനം സ്വർണമാണ് എന്നാണ് പറയുക. അള്ളാഹു നമുക്ക് തൗഫീഖ്